ലാസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിച്ചു. അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ക്യാൻസർ അസുഖം കണ്ടുപിടിച്ചു. അതിന് നീ ഇപ്പൊ തന്നെ കൊണ്ടുവന്നാലും നല്ലതായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവൻ കൊണ്ടുവന്നത്. ഇതിന്റെ ഏറ്റവും ചെറിയ മോനാണ്. നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. 3 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ പനി പിടിച്ചു. പനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു. ഹസ്ബൻഡ് അക്യുപഞ്ചറിസ്റ്റ് ആണ്. എന്നാലും ഇവനെ സാധാരണ അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ കാല് മൊത്തം നീര് വെച്ചിട്ട് തീരെ നടക്കാൻ പറ്റാതായ കുട്ടി. വയനാട്ടിലെ മിക്ക എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. അവിടെയൊക്കെ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും അസുഖത്തിനൊരു കുറവുണ്ടായില്ല. ലാസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിച്ചു. അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മോൻക്ക് ഇതാണ് അസുഖം, ക്യാൻസർ അസുഖം കണ്ടുപിടിച്ചു. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ കുറെ ദിവസം കിടന്നു. കുട്ടികൾക്ക് തിങ്കളാഴ്ച വ്യാഴാഴ്ച മാത്രമായിരുന്നു അവിടെ സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ഇവന് തിങ്കളാഴ്ച സർജറിക്ക് കയറ്റും. എന്നിട്ട് ഇവന് ഒരു ശ്വാസതടസ്സത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇന്ന് ചെയ്യാൻ പറ്റില്ല, വ്യാഴാഴ്ച ചെയ്യാന്ന് പറയും. പിന്നെ അങ്ങനെ ഒരു അസുഖം നമ്മൾ കണ്ടിട്ടില്ല, ചുമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അനസ്തേഷ്യയിലെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ തിങ്കളും വ്യാഴം കയറ്റി. അങ്ങനെ 4ാമത്തെ തവണയെങ്ങാനും കയറ്റിയ സമയത്ത് ഒരു പറഞ്ഞു റെഡി ആയിട്ടില്ല, നമുക്ക് അടുത്താഴ്ച ചെയ്യാന്ന്. അപ്പൊ ഹസ്ബൻഡ് ഇതിനോട് അത്ര അംഗീകാരം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെയും വീട്ടുകാരുടെ ഒക്കെ നിർബന്ധത്തിനാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നമായിരിക്കും, ഞങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ടില്ല. 2 ദിവസത്തെ ലീവ് എടുത്തിട്ട് നേരെ വയനാട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ വന്ന് അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ നടക്കൽ തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇത് 2-3 വർഷമായി. പിന്നെ അവന് അങ്ങനെ കാലിലെ നീരൊക്കെ പോയി. അവന് സാധാരണ പോലെ തന്നെ നടക്കൽ തുടങ്ങി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ വേറെ ഒരു പ്രശ്നത്തിനാണ് വന്നത്. സർജറി എന്തിനാ പറഞ്ഞേ? ഏത് സർജറി പറഞ്ഞേ? ബയോപ്സി ചെയ്യാൻ വേണ്ടിട്ട് ആ സർജറി ചെയ്യാൻ. അത് എന്തോ ഭാഗ്യത്തിന് ഇവന്റെ ശരീരത്തിൽ ഒരു സർജറി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അവിടെ അങ്ങനെയൊന്നും ചോദിച്ചാൽ ആ സമയത്തെ കണ്ടീഷനിൽ എനിക്ക് അങ്ങനെ അതിന്റെ ടേംസുകളും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഇവന് 6 വയസ്സായി, 3 വർഷം കഴിഞ്ഞു. എന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ വിളിച്ചു, ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു അത് ഇന്നതാണ്. ലക്ഷണം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നതാണ്. അവൻ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്, അവന്റെ മാസ്റ്ററും ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. ഇതൊക്കെ കഥ പറഞ്ഞിട്ട് കാലിന്റെ ഉളുക്കാണ്, നീരാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മോനെ അതല്ല, അത് ഇന്നതാണെന്നാ പറഞ്ഞത്. അതിന് നീ ഇപ്പൊ തന്നെ കൊണ്ടുവന്നാലും നല്ലതായിരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് അവൻ കൊണ്ടുവന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം കാലിനിങ്ങനെ പൊട്ടി ഒലിക്കുന്നു. നമുക്കിങ്ങനെ ബാൻഡേജ് ചെയ്യാണ്ട് അവനെ പുറത്തേക്ക് കൊണ്ടുപോകാനോ വീട്ടിൽ നിന്നും പറ്റില്ല. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയ സമയത്ത് പിന്നെ ഇത് കാലിന്റെ ഒരു ചെറിയൊരു ഹോളുണ്ട് കാലിന്റെ അവിടെ. ആ ഹോളിൽ നിന്ന് ഇങ്ങനെ ചെറിയ 2 ബോണ് എന്തോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തടഞ്ഞു, പെട്ടെന്ന് അത് തട്ടിയപ്പോ തടഞ്ഞത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ 2 ചെറിയൊരു ബോൺ ഇങ്ങനെ കാലിന് പുറത്തേക്ക് വന്നു. ഒരു ഉണങ്ങിയ കൊള്ളി കഷ്ണം പോലെയുള്ള 2 പീസ് ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതിനുശേഷം പിന്നെ അതിന്ന് പൊട്ടി ഒലിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അവിടെ അങ്ങനെ ഉണങ്ങി പോവാണ് ചെയ്തത്. ബ്ലഡ് ക്യാൻസർ പൊതുവിൽ എന്തായിട്ട് പറയും? ബോൺമാരോ ബോൺ ഇതൊക്കെ ആയിട്ട് പറയാം. 2 ബോൺ പോലെ എന്തോ പോയി എന്ന് പറഞ്ഞാൽ എന്ത് പോയി എന്നാ നമുക്ക് കാണാൻ പറ്റുക. തിരിയണത് പൊട്ടി ഒലിച്ചു പോകുന്നതിനെ നമ്മൾ സഡേറ്റ് ചെയ്യുമ്പോ പൊട്ടി ഒലിച്ചത് എന്തിനായിരുന്നോ, പോകേണ്ടത് എന്തായിരുന്നോ അത് പോകുന്നത് നമ്മൾ തടയും. നമ്മൾ തന്നെയാണ് തെറ്റുകാർ. പോകേണ്ടത് പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. മലത്തിലൂടെ ബ്ലഡ് പോയി അപ്പൊ തന്നെ അത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം തന്നോട് പൊക്കോട്ടെ, എന്താ കുഴപ്പം, വേണ്ടാത്തതേ ശരീരം കളയും. ശരീരത്തിന് വേണ്ടാത്ത ശരീരം കളയും എന്നുള്ളൊരു സയൻസ്. ഏതൊരു ഫോറിൻ ബോഡിയെയും ശരീരം ഒഴിവാക്കും, ശരീരത്തിന് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കും എന്നുള്ളൊരു സയൻസ് നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ മൂക്കി കൂടി ചോര പോയാൽ നമുക്ക് പേടിക്കേണ്ടി വരില്ല. കാരണം മൂക്കി കൂടി ചോര പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കാനായിരിക്കാം. കാരണം അവിടെ ഹെമറേജ് ഉണ്ടായി അവിടെ രക്തം കട്ട പിടിച്ച് സ്ട്രോക്ക് വരുന്നതിന് പകരം അതങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷെ മൂക്കി കൂടി ചോര നമ്മൾ സെഡേറ്റ് ചെയ്യും. അപ്പൊ അതെന്താവും, അവിടെ ക്ലോട്ടിങ് സംഭവിച്ച് ചിലപ്പോ അവിടെ എന്താവും, ആ ക്ലോട്ടിങ് സംഭവിച്ചതിന്റെ ചുറ്റിനും നീര് വരും. അങ്ങനെ നീര് വന്ന് സ്ട്രോക്ക് വരും. ചെവിയിൽ നിന്ന് ചോര പോയാലും ചെവിയിൽ നിന്ന് പഴുപ്പ് പോയാലൊക്കെ നമ്മൾ തടയും. എഞ്ചിനെ കൊണ്ടുപോയി കാണിക്കും. അത് മെനിഞ്ചൈറ്റിസ് ആവും, അല്ലെങ്കിൽ വേറെ മറ്റു പല രോഗങ്ങളാവും. ഈ തടയുന്ന സിസ്റ്റം ഒന്ന് മാറ്റിയാൽ മതി. നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരം പുറന്തള്ളുന്ന സിസ്റ്റം അത് നമ്മളൊന്ന് തിരിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് പുറന്തള്ളിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവും.